Hello all, welcome to this video on factitious disorder. Let's see the diagnostic criteria. There is factitious disorder imposed on self and factitious disorder imposed on proxy. So criteria A, to meet factitious disorder imposed on self. Falsification of physical or psychological signs or symptoms or induction of injury or disease associated with identified deception. സോ ഇവിടെ ഫെക്ടീഷ്യസ് ഡിസോർഡർ എന്ന് പറയുമ്പം ആ പേരുള്ള പോലെ തന്നെ പേഷ്യൻ്റ് എപ്പോഴും അവരുടെ സിംറ്റംസ് ഫാൾസിഫൈ ചെയ്യാണ്. ഓക്കെ, റിയൽ മെഡിക്കൽ സിംറ്റംസ് അല്ല, റിയൽ സൈക്കോളജിക്കൽ സയൻസ് സിംറ്റംസും അല്ല, അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ സിംറ്റംസ് എല്ലാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ചിലവർ ഈവൻ സ്കാർസ് ഇല്ല, ഇഞ്ചുറി സ്കാർസ് വരെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, criteria B, the individual presents himself or herself to others as ill, impaired or injured. സോ അവർ ബാക്കിയുള്ളവരുടെ മുന്നിൽ അവരെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത് ഈ ഇൽനെസ് ഉള്ളതായിട്ട് ആണ്. ഓക്കെ, ആൻഡ് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓരോരോ ക്ലിനിക്കൽ സെറ്റിങ്ങിലായിരിക്കും ഓരോരോ സമയത്ത് പോവുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ക്ലിനീഷ്യൻ്റെ അടുത്തല്ല, ബട്ട് ഇങ്ങനെ മാറി മാറിയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിന് കറക്റ്റ് റെക്കോർഡ്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എത്രയാണെന്ന് പറയാൻ പറ്റാത്തത് ഇവരിങ്ങനെ ക്ലിനിക്സ് മാറി മാറി പോകുന്നതുകൊണ്ടാണ്. ചില ആൾക്കാർക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ സർജിക്കൽ സ്കാർസ് കാണിക്കും, ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടായിരിക്കും, പക്ഷെ മെഡിക്കൽ ഹിസ്റ്ററി ഒന്നും ഉണ്ടാവില്ല. ഇവർ സിംറ്റംസ് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ച് ആഡ് ഓൺ ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടാവുക, ഇല്ലാത്ത സിംറ്റംസ് പറയുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിനെ ഇൻവോൾവ് ചെയ്യിക്കില്ല ട്രീറ്റ്മെൻറ്റിൽ. പേഷ്യൻസിൻ്റെ ഫാമിലിനെ മീറ്റ് ചെയ്യണം, റിലേറ്റീവിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അവരെ കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ. ഇനി ഇവർക്ക് ഐഡൻറ്റിറ്റിയിൽ സെൽഫ് എസ്റ്റീമിലൊക്കെയും ഇഷ്യൂസ് ഉണ്ടാവും. ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊരു ടെസ്റ്റുകൾ ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് എടുക്കാനെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഭയങ്കര എക്സ്റ്റെൻസീവ് നോളജ് ആയിരിക്കും. മെഡിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെ കാര്യമാണെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള നോളജ് ആയിരിക്കും. ഓക്കെ, ആൻഡ് പിന്നെ പറയാനുള്ളത് ഇത്രയാണ് ഇതിന് വരുന്നത്. The deceptive behavior is evident even in the absence of obvious external rewards. സോ വേറെ എക്സ്റ്റേണൽ റിവാർഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇവർ ഈ ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു മിലിറ്ററി പേഴ്സണൽ ആണെന്ന് വിചാരിക്കുക, അപ്പോൾ ഇങ്ങനെ ഫേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് പെട്ടെന്ന് കയറണ്ട എന്നുള്ള അതൊരു റിവാർഡാണ്. പക്ഷെ ഇവിടെ അങ്ങനത്തെ റിവാർഡൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. റിവാർഡ് ഇല്ലെങ്കിലും ഈ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. Okay, next. The behavior is not better explained by another mental disorder such as delusional disorder or other psychotic disorder. And also specifies a single episode ആണോ recurrent episodes ആണോ എന്നുള്ളത് മെൻഷൻ ചെയ്യണം. Recurrent episode എന്ന് പറയുമ്പോൾ 2 or more events of falsification of illness and or induction of injury. നമ്മൾ പറഞ്ഞ സിംറ്റംസിൽ 2 or more events കാണിക്കാം. Then factitious disorder imposed on another. Factitious disorder imposed on self എന്ന് പറയുമ്പം അത് ഓൺ സെൽഫിനെ തന്നെയാണ് പേഷ്യൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇവിടെ വേറൊരാളെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മദർ ചൈൽഡിനെ ഇതുപോലെ ഡിസോർഡർ ഉള്ളതായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, criteria we'll see.
falsification of physical or psychological signs or symptoms or injection of injury or disease in another associated with identified deception. Then individual presents another individual to others as ill, impaired, or injured. Okay. The deceptive behavior is evident even in the absence of obvious external rewards. The behavior is not better explained by another mental disorder such as delusional disorder or other psychotic disorder. Okay. And single episode ആണോ recurrent episode ആണോ എന്നുള്ളത് specify ചെയ്യണം. The cause of factitious disorder is usually one of intermittent episodes. Single episodes and episodes that are characterized as persistent and unremitting are both less common. കൂടുതലും ഇങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടാണ് കാണിക്കുക. ഒറ്റ സിംഗിൾ എപ്പിസോഡും അതുപോലെ സിംറ്റംസ് ഇല്ലാത്ത എപ്പിസോഡ്സൊക്കെ കുറവാണ്. കൂടുതലും ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ഇങ്ങനെ മാറി മാറി വരുന്ന രീതിയിലാണ് കാണിക്കുന്നത്. തീരെ സിംറ്റംസ് ഇല്ലാതെയുള്ള സിംഗിൾ എപ്പിസോഡ്സും ഇത് രണ്ടും റെയറാണ്. പക്ഷെ ഇൻ്റർമിറ്റൻ്റ് എപ്പിസോഡ്സ് ആണ് കോമൺ. കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസോർഡറും റെയർ തന്നെയാണ്. പക്ഷെ ഇതിനൊരു കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർമിറ്റൻ്റ് എപ്പിസോഡ്സ് ആണ് കൂടുതൽ എന്ന് പറയാം. Then onset is usually in early adulthood, often after hospitalization for a medical condition or a mental disorder. When imposed on another, the disorder may begin after hospitalization of the individual's child or other dependent. So hospitalization ശേഷമാണ് അത് ട്രിഗറിങ് ഫാക്ടറായിട്ട് വരുന്ന ഹോസ്പിറ്റലൈസേഷൻ ആണ്. അതിന് ശേഷമാണ് ഈ ഒരു ബിഹേവിയർ കാണുന്നതെന്നാണ്. Individuals with recurrent episodes of falsification of signs of symptoms of illness or induction of injury, this pattern of successive deceptive contact with medical personnel, including hospitalizations, may become lifelong. So recurrent ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് സ്പെസിഫൈസിൽ റെക്കറൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ബിഹേവിയർ ലൈഫ് ലോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ. ഇവർ ഓരോ മെഡിക്കൽ പേഴ്സണലിൽ ഓരോ ക്ലിനീഷ്യനെ മാറി മാറി കാണിക്കും. So there are no reliable statistics regarding the number of people in the US who suffer from this disorder, but it is considered to be rare. In hospital populations, it is estimated that 1% will meet the criteria. So rare ആണ് ഡിസോർഡർ. പിന്നെ ഹോസ്പിറ്റൽ പോപ്പുലേഷനിലാണ് 1% ആണ്. ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് സിംറ്റംസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രോക്സി ആണെന്നുണ്ടെങ്കിൽ മദർ ചൈൽഡ് ആണ് ഒരു എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. ഫോർ എക്സാമ്പിൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചൈൽഡ് യൂറിനിൽ ബ്ലഡ് കാണിക്കുക, അതൊരു എക്സാമ്പിളാണ്. ഓക്കെ. ഇനി ട്രീറ്റ്മെൻറ്റിൽ സൈക്കോതെറാപ്പിയാണ് മെയിനായിട്ട്. വി ഹാവ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ദെൻ ഫാമിലി തെറാപ്പി, ഗ്രൂപ്പ് തെറാപ്പി. സോ കോഗ്നിറ്റീവ് behavioral therapy we have discussed many times before. Focus on changing the thinking and behavior of the individual. Family therapy, family ne aware aaka, teaching family members not to reward or reinforce the behavior of the person with a disorder. So ee behavior കാണിക്കും, ഇത് റിവാർഡ് ഇല്ലെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ബട്ട് സ്റ്റിൽ they are advised not to reward or reinforce the behavior. Then group therapy may reduce feelings of isolation or that no one cares for them. ഈ ഫാമിലി തെറാപ്പിയിൽ പിന്നെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലീനെ അറിയിക്കാൻ റിലക്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ മെജോറിറ്റി ഓഫ് ദ കേസിൽ ഇവർ ഫാമിലിയിൽ നിന്ന്, ഈ പേഷ്യൻസ് ഫാമിലിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ. സോ ഇൻ ഗ്രൂപ്പ് തെറാപ്പി ട്രൈ ടു റെഡ്യൂസ് ദ ഫീലിങ്സ് ഓഫ് ഐസൊലേഷൻ ആൻഡ് that no one cares for them. Okay. So that's